ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം പരവൂരുള്ള കാവേരി പാലത്തിലെ ആനത്താവളത്തിലാണ് കേട്ടോ. അപ്പം നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അടിപൊളി. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര അടുത്ത് പോയി നിന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. പേടി മറന്നു പിന്നെ സല്ലൂനെ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഓ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇക്ക നിൽക്കുന്നത്. കൊമ്പൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പേടിയാണ് കേട്ടോ. എനിക്കിതിനെ കണ്ടാൽ തന്നെ പേടിയാണ്. ഞാൻ കണ്ടം വഴി ഓടുകയാണ് കേട്ടോ. ഞാനതുവഴി തന്നെ വീട്ടിനൊരു വീട് പോലെയൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പം അതിനകത്തൂടെ ഞാനിങ്ങനെ കയറി ഇവിടെ നിൽക്കുമ്പോൾ എന്നെ തോണ്ടി എടുക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. എവിടെയാ ആണോ? അങ്ങനെ ആനയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അടുത്ത സ്റ്റാളിലോട്ടൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടി വരുന്ന കണക്ക് പാമ്പും അതും ഇതും ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ഇതെന്തോ പോലെയാണ്. ഇത് എന്തോ ഒരു സൈസ് എലിയെന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാനും ഓടിക്കളഞ്ഞു കേട്ടോ. ഇവന്മാരൊക്കെ ഇങ്ങനെ അതിനകത്ത് കിടന്നിട്ട് നമ്മളെ നോക്കുന്നൊരു സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ. എൻ്റെ അമ്മേ എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ പരവൂർ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ താമസമായിട്ട് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പാർക്കും കുറച്ചധികം ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ നമ്മൾ എന്താ പറയുന്നത് എക്സിബിഷൻ സ്റ്റാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കുറേ പാരറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെയൊന്നും എനിക്ക് പേടിയില്ല. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിനെയൊന്നും പേടിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, അടിപൊളിയായിട്ട് എൻ്റെ കയ്യിലൊക്കെ വന്നിരിക്കുന്നുണ്ടോ. അവർക്കുള്ള ഫുഡ് കൊടുത്തപ്പോൾ എല്ലാവരും വന്ന് കയ്യിലിരിക്കുന്നുണ്ടോ. പിന്നെ ഈ വക സാധനത്തിനെയും പേടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റായിട്ട് നല്ലോണം അറിയത്തില്ല. അതാണ് സത്യം. അത് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആന, പിന്നെ അങ്ങോട്ടൊരു 2-3 കിടപ്പുണ്ടായിരുന്നു. അതിനൊക്കെ മതപ്പാടാന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ അങ്ങോട്ട് വെച്ച് പിടിച്ച് പോകുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ കുറച്ച് അടിപൊളി എന്താ പറയുക, സല്ലുവൊക്കെ വലുതായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇല്ല. കുഞ്ഞു മക്കളൊക്കെ കിടന്ന് ഇങ്ങനെ പാർക്കിലും ഇതിലൊക്കെ കിടന്ന് കളിക്കുന്നുണ്ടപ്പോൾ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും മാത്രമേ ഉള്ളൂ. സല്ലും കുറേയൊക്കെ വലുതായതിനു ശേഷം ഇപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇത് ഇവിടെ എന്തിനാ വന്നേന്നൊക്കെയുള്ള രീതിയിൽ ആനയെ കണ്ട സന്തോഷത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ. അല്ലാതെ ഇങ്ങനെ പാർക്കിലൊന്നും പോകണമെന്ന് ഇപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല. അവൻ വലിയ ഷോ ഒക്കെ ഇട്ടിട്ട് ആനയുടെ മുമ്പിലോട്ടൊക്കെ പോവുകയാണ്. അത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ ഇപ്പോൾ അവനും ഓടിയേനെ.